ഈ ചാണ്ടിയുമ്മൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് പുതുപ്പള്ളിയിൽ ഞാൻ മത്സരിക്കാതെ വേണമെങ്കിൽ ഞാൻ മാറി നിൽക്കാം, ആ കാര്യങ്ങളൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ എന്നാണ്. ഈ ഒരു അഭിപ്രായം കേട്ടപ്പോൾ ഡോക്ടർ മറിയ ഉമ്മൻ എന്ത് തോന്നി? ചാണ്ടി ഒരു അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്, MLA ആണ്. പാർട്ടിയാണ് അൾട്ടിമേറ്റ്ലി എല്ലാം തീരുമാനിക്കുന്നത്. അപ്പം ചാണ്ടി അതുകൊണ്ട് പറഞ്ഞതായിരിക്കാം. അതുകൊണ്ട് എനിക്കതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് അവൻ ഇപ്പൊ പാർട്ടി തീരുമാനിക്കുന്ന അനുസരിച്ച് പ്രവർത്തിക്കും എന്ന് പറഞ്ഞു എന്ന് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിനപ്പുറമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനൊരു അച്ചടക്കമുള്ളൊരു എപ്പോഴെങ്കിലും പാർട്ടി എതിർത്ത് നിൽക്കുകയോ അതിനെതിരായി പോയതായിട്ട് എനിക്കറിയില്ല. ഈ കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണത്തെക്കുറിച്ച് എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? കഴിഞ്ഞ 10 വർഷമായിട്ട് LDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം 10 വർഷം കൊണ്ട് നമ്മൾ എത്ര പുറകോട്ട് പോയി. വികസനം വളരെയേറെ മുരടിച്ച ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. ഇവിടെ ക്ഷേമ പദ്ധതികളാണെങ്കിൽ എൻ്റെ അപ്പ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരുപാട് ക്ഷേമ പദ്ധതികളുണ്ടായിരുന്നു. പലതും നിർത്തലാക്കി. ക്ഷേമ പദ്ധതികൾ പലതും നിർത്തലാക്കി. സാധാരണക്കാരന് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ UDFൻ്റെ വളരെയേറെ ഈ കാര്യങ്ങളെല്ലാം കൂടെ അനലൈസ് ചെയ്യുമ്പോൾ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് വളരെയേറെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ടൈമാണുള്ളത്. അത് നമുക്ക് കഴിഞ്ഞു വന്ന ബൈ ഇലക്ഷൻസ്, പാർലമെൻറ്റ് ഇലക്ഷൻ, ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ റിസൾട്ട് ഒക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അത് നമ്മുടെ അസംബ്ലി ഇലക്ഷനിലും പ്രതിഫലിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.